ഈ കഴിഞ്ഞ ദിവസം ഷർട്ട് ധരിച്ച് അമ്പലത്തിൽ പ്രവേശിക്കുന്നതിനെ പറ്റി ആരോ ചില ചർച്ചകൾ നടത്തുന്നത് കണ്ടു. അമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഇവിടുത്തെ ഒരു സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമാണോ? അല്ല, വിശ്വാസികളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ഭഗവാനും അതൊരു വിഷയമല്ല. പക്ഷെ ഇത് പറഞ്ഞയാൾ ഒരു കാര്യം ചിന്തിക്കണം, ഏതൊരു സംവിധാനത്തിലും ഒരു പ്രോട്ടോകോൾ ഉണ്ടെന്ന്. ഷാപ്പിൽ കള്ളടിക്കാൻ പോകുന്ന അതേ ലാഘവത്തോടെ ദേവാലയങ്ങളിൽ പ്രവേശിക്കാൻ പാടുണ്ടോ? എന്തിന് നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടോ? ദൈവത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല. കാലാകാലങ്ങളിൽ ആചാര്യന്മാർ ചില ആവശ്യങ്ങളുടെ പേരിൽ രൂപപ്പെടുത്തിയ ചട്ടവട്ടങ്ങളാണ് ആചാരങ്ങളായി നിലനിൽക്കുന്നത്. അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും. മലയാളിയുടെ ഏറ്റവും വലിയ ഗുണം ഈ സൂര്യന് താഴെയുള്ള മുഴുവൻ കാര്യങ്ങളെ പറ്റിയും അവന് വിവരമുണ്ടെന്നുള്ളത് തന്നെയാണ്. മഹാഭാരതത്തിന്റെ ഒടുവിൽ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലില്ലാത്ത ഒന്നും പുറമേ ഇല്ല, പുറമേ ഉള്ളത് മുഴുവൻ ഇതിലുണ്ട്. ഏതാണ്ട് ഈ അവസ്ഥയാണ് മലയാളിക്ക്. പക്ഷെ അവൻ അറിയാവുന്നതും ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം ഇതേവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. ഇവിടെയാണ് ആധുനികതയുടെ പ്രതീകമായ വാർത്താ ചാനലുകളുടെ പ്രസക്തി. ഓരോ ദിവസത്തെയും അന്തിച്ചർച്ച കഴിയുമ്പോഴും അടുത്ത ദിവസത്തെ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവതാരകർ. വിഷയദാരിദ്ര്യം മൂലം അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ നോക്കിയിരിക്കുന്ന കഴുകനെ പോലെ കാത്തിരിക്കുകയാണ്. പണ്ട് തിരുവനന്തപുരത്താണെങ്കിൽ പുത്തരിക്കണ്ടം മൈതാന പരിസരത്തും എറണാകുളത്താണെങ്കിൽ സൗത്ത് ഓവർ ബ്രിഡ്ജിന്റെ അടിയിലുമൊക്കെ വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടുകൂടി തലയില് മുല്ലപ്പൂവും ചൂടി ചിലർ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. ആരായിരിക്കും ഇന്ന് തങ്ങളെ വിളിക്കുന്നതെന്ന ആകാംക്ഷയോടുകൂടിയാണ് അവരും വന്ന് നിൽക്കുന്നത്. അവരുടെ അന്നന്നത്തെ അരിക്കാശിന്റെ വിഷയവുമായിട്ടാണ് ആ കാത്തുനിൽപ്പ്. ഏതാണ്ട് ഇതുപോലെയാണ് വൈകുന്നേരത്തെ അന്തിച്ചർച്ചയ്ക്ക് ആരെല്ലാം വിളിക്കുമെന്ന് നോക്കി കാത്തിരിക്കുന്ന ചില പ്രധാന അജ്ഞാനികൾ. അവനൊന്നും അന്നത്തെ വിഷയത്തെപ്പറ്റി യാതൊരു രൂപബോധവുമില്ല. വിഷയം അറിയില്ലെങ്കിലും അങ്ങ് വെച്ചു കാച്ചുകയാണ്. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട്. പുത്രികണ്ഠം മൈതാനത്തിന്റെ പരിസരത്തും സൗത്ത് ഓവർ ബ്രിഡ്ജിന്റെ അടിയിലും കാത്തു നിൽക്കുന്നവരുമായി യാതൊരു വ്യത്യാസവും ഇവർക്കില്ലെന്ന് നമുക്ക് മനസ്സിലാകും. അവതാരകർക്കോ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കോ നിയമം ഒരിക്കലും ബാധകമല്ല. അവർ ശരിയെന്ന് വിശ്വസിക്കുന്നത് ജനം അംഗീകരിക്കണമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അവർ ഒരാളെ കുറ്റവാളിയായി ചിത്രീകരിക്കും, അവർ കുറ്റവാളിയായിരിക്കണം. അവർ മറ്റൊരാളെ വെള്ളപൂശും, അവർ വിശുദ്ധന്മാരായിരിക്കണം. ഈ കാഴ്ചപ്പാട് മാറിയാലേ ഈ നാട് നന്നാവും. സാധാരണ കുടുംബത്തിന് ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ഇന്ന് 1500 രൂപയോളം വേണം. ആളാം പ്രതി 250 രൂപയുടെ ടിക്കറ്റ്, 200 രൂപയുടെ പോപ്കോൺ എല്ലാം കൂടി കഴിയുമ്പോഴേക്കും അവന്റെ പോക്കറ്റ് കാലിയാവും. അത് ഒഴിവാക്കാനാണ് അവൻ കുറച്ചു നേരം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന TV കാണുന്നത്. അതിലിങ്ങനെയുമാണ് മലയാളികളുടെ ഒരു ഗതികേട്. പണ്ടൊരു സിനിമയിൽ മോഹൻലാൽ ഇന്നസെന്റിനോട് ചോദിച്ചത് മാത്രമേ ഇവിടെ ചോദിക്കാനുള്ളൂ, എന്താടോ വാര്യരെ താൻ നന്നാവാത്തതെന്ന്. ഈ കേരളത്തിൽ എത്ര എത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് മലയാളി ഇന്നേ വരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണോ, അമ്പലത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കാമോ, ഇതെല്ലാമാണ് അവന്റെ ഒക്കെ മുഖ്യ വിഷയം. ഇവിടെ ജീവിക്കാൻ വയ്യാഞ്ഞിട്ട് ഇവിടുത്തെ യുവജനങ്ങൾ മുഴുവൻ രാജ്യം വിട്ടു പോകുന്ന വിവരം ചർച്ച ചെയ്യാൻ ഇവിടെ ഒരുത്തനുമില്ല. പൊതുപ്രവർത്തകരോ മാധ്യമങ്ങളോ സാമുദായിക ആചാര്യന്മാരോ ഒരിടത്തും ഇത് ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരുന്നത് കാണുന്നില്ല. ശങ്കരാചാര്യർ പറഞ്ഞതാണ് കാരണം, ഉദരനിമിത്തം ബഹുകൃത വേഷം, അന്നത്തെ കച്ചവടം നടക്കണം, അതിൽ കൂടുതലൊന്നും ഇവിടെ ആർക്കും വേണ്ട. അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സ്വഭാവമാണ് മലയാളി എന്നും കാണിക്കുന്നത്. ഒരു ദേവാലയത്തിൽ ബർമുടയിട്ട് പോകുന്നതാണ് ഏറ്റവും സൗകര്യം എന്ന് കരുതി അങ്ങനെ പോകുന്നത് ഭംഗിയാണോ എന്ന് എല്ലാവരും ആലോചിക്കണം. എന്തിന് കേരള നിയമസഭയിൽ ഒരു MLA ബർമുടയും ധരിച്ചെത്തിയാൽ നമ്മളെല്ലാം എന്തു പറയും? പൂർണ്ണമായും നഗ്നത മറച്ചെത്തിയിരിക്കുന്ന അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അതൊന്നുമല്ല ഇവിടെ കാര്യം. ഓരോന്നിനും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്. ശബരിമലയിലെ ദേവനെ തൊഴുന്നത് മുണ്ടുമടക്കി കുത്തിക്കൊണ്ടാണെന്ന് പറഞ്ഞാൽ ആരും എന്റെ മുതുകത്ത് കയറാൻ വരണ്ട, അതേ സാധിക്കുകയുള്ളൂ. ദേവന് അപ്രീതിയില്ല. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ദേവിയെ സ്തുതിച്ച് പാട്ടുപാടുന്നത് മലയാളത്തിലെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ്. അവിടെയും ദേവിക്ക് അപ്രീതിയില്ല. എന്നും അടിസ്ഥാന വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്ന സ്വഭാവം തന്നെയാണ് മലയാളി കാണിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത് അതിലൂടെ കടന്നു പോകുന്ന യാത്രാ സൗകര്യമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 70 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചു കേരളത്തിലൂടെ NH-66 എന്ന പേരിൽ കൊള്ളാവുന്ന ഒരു വഴി ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി ഇവിടെ ആരും ചർച്ച ചെയ്തതായി കണ്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് അങ്കമാലി വരെ വരുന്ന പഴയ തിരുവിതാംകൂറിന്റെ ഭാഗത്ത് MC റോഡിന് പാരലായി ഒരു പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അത് വേണ്ട എന്ന് എഴുതി കൊടുത്ത വിഡ്ഢിയായ ജനപ്രതിനിധിയെ പറ്റി ഇവിടെ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച ശൗചാലയങ്ങളിൽ മൂത്രമൊഴിക്കണമെങ്കിൽ അതിന് സേവന നികുതി കൊടുക്കുന്നതിനെ പറ്റിയും ഇവിടെ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വിധിക്കുന്ന കേരളത്തെ പറ്റി ചർച്ച ചെയ്യുവാൻ ഇവിടെ ഒരു ചാനലുകാരനും സമയം കണ്ടുകിട്ടിയിട്ടില്ല. ഇപ്പോൾ കാണുന്ന ഈ നികുതി പിരിവ് ഒരു സർക്കാരിന്റെ ബാധ്യതയല്ല. മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളും ഇതിന് ഉത്തരവാദികളാണ്. കേരളത്തെ മയക്കുമരുന്നിന്റെ കേന്ദ്ര സ്ഥാനമാക്കി മാറ്റിയ AK ആന്റണിയുടെ ചാരായ നിരോധനത്തെ പറ്റിയും ആ രീതിയിൽ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. എന്നാൽ അന്തോണി പുത്രൻ BJP ചേർന്നത് വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. ഈ കേരളം ഇനി എന്ന് നന്നാവുമെന്ന് എല്ലാവരും ഇരുത്തി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. കേരളത്തിന്റെ മാനുഷിക ശേഷി മുഴുവൻ അന്യരാജ്യങ്ങളിലേക്ക് ഒഴുകി പോവുകയാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ എന്ന് തിരിച്ചറിയും. അതിന് തടയണ കെട്ടി ഇവിടെ പിടിച്ചു നിർത്തുവാനുള്ള എന്ത് പദ്ധതികളാണ് നിങ്ങൾ ഇവിടെ ആവിഷ്കരിക്കുന്നത്? ഈ യുവജനങ്ങൾ ഒന്നും ഇവിടെ നിന്ന് പോകുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഇവിടെ ജീവിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ്. മനസമാധാനത്തോടു കൂടി ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ യുവജനങ്ങൾ പിന്നെ എന്ത് ചെയ്യും? അന്യദേശത്തേക്ക് പരദേശിയായി ജീവിക്കുന്നത് അവന്റെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇതൊരു സർക്കാരിന്റെ കുഴപ്പമല്ല, മാറി മാറി വന്ന മുഴുവൻ സർക്കാരുകളുടെയും ഒരേ ഗതി തന്നെയാണ്. കോളേജ് പ്രൊഫസറും രാഷ്ട്രീയക്കാരനുമായ ലൂക്കോസ് മണ്ടരിക്കൽ പറഞ്ഞതുപോലെ ആശയപരമല്ല ആമാശയപരമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിളർപ്പിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെങ്കിലും കേരളത്തിന്റെ മൊത്തം അവസ്ഥയിൽ അത് ബാധകമാണ്. കേരളത്തിലെ ഭരണാധികാരികളും സാമുദായിക നേതാക്കന്മാരും പൊതുപ്രവർത്തകരും മാധ്യമ സിംഹങ്ങളും ചിന്തിക്കണം, നമ്മൾ ഇനി എങ്ങോട്ട് പോകണം? കേരളത്തെ ഒരു പ്രാന്താലയമായി മാറ്റണമോ? ഇനിയും ഷർട്ടിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനെ പറ്റിയും അത് കഴിഞ്ഞ് ചെരുപ്പിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമോ എന്നതിനെ പറ്റിയും ചർച്ച ചെയ്താൽ മതിയോ? ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ വേണ്ടിയല്ലേ ഇതുപോലെയുള്ള ബാലിശമായ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നത്? ഉടുതുണി ഉണ്ടേലും ഇല്ലേലും ദേവൻ അതൊരു പ്രശ്നമല്ല. തങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പലരും അസ്ഥാനത്ത് അനുചിതമായ പ്രസ്താവനകൾ നടത്തുന്നത്. അതുകൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനം കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കണം.